വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കണ്ണാടി ഇല്ലാതെ മേക്കപ്പ് ചലഞ്ച് ചെയ്യാൻ പോവാണല്ലേ. ഒരു നോ മിറർ മേക്കപ്പ് ചലഞ്ച് ആണ് കേട്ടോ. അപ്പം ഇതെന്താവുന്നുള്ളത് നമ്മൾ കണ്ണാടി ഒന്നും യൂസ് ആക്കാണ്ടാണ് നമ്മളിവിടെ മേക്കപ്പ് ചെയ്യുന്നത്. നുനു തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താവുമെന്ന് നമുക്ക് കണ്ടെന്നെ അറിയണം കേട്ടോ. ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് കണ്ണാടി യൂസ് ചെയ്യാതെ മേക്കപ്പ് ചെയ്യണം. ചില ദിവസമൊക്കെ കണ്ണാടി യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് മേക്കപ്പ് കാണാം. സൺസ്ക്രീൻ ആണ് കേട്ടോ. അത് സെറ്റിംഗ് പൗഡർ. ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഒന്ന് പറഞ്ഞു പഠിക്കാൻ നോക്കണം അല്ലേ. അതെന്താ? മസ്കാര. ഓക്കെ, കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഇതാ പൗഡർ ഇവിടെ. ബാഗ് കാലിയായോ? ബാഗ് കാലിയായി. അപ്പം ഇതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും ഉള്ളത് വെച്ചിട്ടാണ്. ചെറിയൊരു പേടി. ഇത് അപ്പൊ നമ്മളിവിടെ മിറർ യൂസ് ആക്കുന്നില്ല കേട്ടോ. സ്വന്തമായിട്ടാണ് നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഒരു ഊഹത്തിൽ അങ്ങനെ ചെയ്യാണ്. ഇതിപ്പോൾ എന്താവുന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. എനിക്ക് കണ്ണിലിടാൻ നല്ല പേടിയുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ചിരിച്ച് കേറുമ്പറ്റി പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ പേടിയുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് സൺസ്ക്രീൻ വാങ്ങിട്ട് എങ്ങനെയൊക്കെ ആവും അറിയില്ല. കുത്തുണ്ടാവും അറിയില്ല കേട്ടോ. ഞാൻ കുറച്ച് സബ്സ്ക്രൈബർ ഇടുള്ളൂ എന്നും എത്ര ഇടുള്ളൂ. പേടിയാണ് മനുഷ്യര്. എങ്ങനെയൊക്കെ പോകും എങ്ങനെയൊക്കെ അറിയില്ല. കണ്ണാടി ഇല്ലാത്തവര് നല്ല റിസ്ക്കാണ്. ആരും ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല കേട്ടോ. അതില് ഇനി അവരെന്നെ ഉള്ളതില് അടുത്ത കാഴ്ച നമ്മൾ പൗഡറാണ്. പൗഡറുള്ള പേടിയാണ്. പേടിയാണ് മനുഷ്യര്. ഇങ്ങനെ ഇടുക അങ്ങനെ ഇടുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ടോണ്ടല്ലേ. പിന്നെ ഇങ്ങനെ അതാണോ? ഇതിന്റെ സെറ്റിംഗ് പൗഡർ ആണ് അല്ലേ. ആദ്യം നോക്കാൻ പാടില്ല കേട്ടോ. പേടിയാണ്. എന്തൊക്കെയോ ആകുന്നുണ്ടല്ലോ നെഞ്ചില്. എന്തൊക്കെ എങ്ങനെ പോകും. എനിക്ക് എങ്ങനെയാണ് ഇടേണ്ടത് ഇപ്പൊ അറിയില്ല കേട്ടോ. ഇങ്ങനെ പോയി അറിയില്ല കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെ ഇടുന്നത് കൂടുതലായിട്ട് അറിയില്ല. കൂടുതലല്ല, ഇപ്പൊ കുഴപ്പമില്ല, പാക. ഇങ്ങനെ പറഞ്ഞ ലാസ്റ്റ് ഇതിൻ്റെ ഇത് പറയുള്ളൂ കേട്ടോ. ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും പാടില്ല. ലാസ്റ്റ് നമുക്ക് കണ്ണാടി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ഐഷാഡ് എന്തായത്?
ഞങ്ങൾ ഈ രസിക്കൊണ്ട് എവിടെയാണ് വീടാണ് കൂടുതലായി അറിയില്ല. ഒരു തോന്നല് മനസ്സിന് കൈകൊണ്ടൊന്നും ഇടാം. 2 കൈ കൊണ്ട് ഇപ്പൊ എനിക്ക് കൈകൊണ്ട് 2 കൈ കൊണ്ട് ഇടാൻ പാടില്ലെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇടും. ഓക്കെ, പേടിയാണ്ട് മനസ്സിന് ദൈച്ചാടല്ല ഇത് തൊട്ടു. ബ്ലഷ് ഇടണ്ടേ? ബ്ലഷ് അതും ലിപ്സ്റ്റിക് ആയിട്ടാ ചുട്ടും കൂടി എന്തൊരു കസ്തൂരി ചുട്ടും കൊണ്ട് കൂടുതലായോന്നറിയില്ല. ബ്ലഷ് ഇടാന് പേടി, നല്ലൊരു പേടി കേട്ടോ ബ്ലഷിലാണ്. കൂടുതൽ പറയാനും പറ്റൂലോ. ബ്ലഷ് കുറച്ചും കൂടി ഇടാം, കൂടുതലാക്കാനോ. എന്നാലും അടുത്തത് അതിനോളം പേടിയാണ്. അപ്പൊ പേടിയാണല്ലോ ഇടാൻ പൂതിയാണില്ല. ഐനിയർ കുറച്ച് ടാസ്ക് ആണല്ലേ. കണ്ണാടില്ലാതെ ഞാൻ എഴുതൂല. പേടിയാണ് കേട്ടോ. സാരല്ല സാരല്ല, പേടി തെറ്റാൽ കളിയൊക്കെ കുഴപ്പമില്ല, ഇട്ടോ ഇട്ടോ. ട്രൈ ചെയ്യ ട്രൈ ചെയ്യ. ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ എന്തായി നോക്കട്ടെ, കാണിച്ചേ. ആ അങ്ങനെ. നീ വാലിടണ്ടേ? വരുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വാലല്ലേ ഇടല്? വാല് താഴത്തോട്ടാ അടിയിൽ മേലോട്ടാ? എങ്ങോട്ടെങ്കിലും നേരെ വിടുട്ടോ ചെലപ്പോ. ഞാൻ കാട്ടിക്കട്ടെ കല്ലട്ടെ. ലാസ്റ്റ് പറയുള്ളൂ. എനിക്ക് പേടിയാണ് ഈ കണ്ണ്. അടിയിലും ഇടണേ. അടിയിൽ എനിക്ക് കണ്ണിന്റെ അടിയില് അറിയില്ല. എന്നാലും നമുക്ക് ഇട്ട് നോക്കണം. ഓക്കെ, ആ വേണം വേണം. എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇടണം, ഇടാതെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്താവും നോക്കാലോ. കറക്റ്റ് അവിടെ നിന്നൊന്നും ഇല്ലല്ലോ. അല്ല അങ്ങനില്ല. ആ ഇട്. പേടിയാണ്ട് കൺവെൻഷൻ നല്ല റിസ്ക് ആട്ടോ. ഞങ്ങളുടെ അടങ്ങി കൺവെൻഷൻ അതുകൊണ്ട് പേടിയാണ്. നല്ല പേടിയാണ് കേട്ടോ. പേടിയാണ് എനിക്ക്. എവിടുന്ന് തുടങ്ങണം എന്ന് അറിയുന്നില്ല. കണ്ണ് ചെറിയ വരുന്നുണ്ടോ? ഇല്ല, ഇട്ടോ ഇട്ടോ ഇട്ടോ. കണ്ണിനടി ഉള്ളിക്കൂടെ കുറച്ചും കൂടി ഉള്ളിക്കൂടെ കുറച്ച് പോയിട്ടുണ്ട്. സാരല്ലേ. അപ്പൊ ഈ കണ്ണിലാട്ടോ നല്ല റിസ്ക്. അപ്പൊ ഞാൻ കണ്ണാടി നോക്കിയത് നല്ല റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കൂല. ഞാൻ ഇവിടെ കണ്ണാടിട്ട് നേരത്തെ നല്ല താറ്റ നല്ല റിസ്ക് കുട്ടികളെ. ഈ കണ്ണത്തെ
അപ്പൊ എനിക്ക് ഈ കണ്ണിൽ ഇടാന് നല്ല റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കാണ് എങ്ങനെയൊക്കെ ഉണ്ടാവുക. കണ്ണ് പൊട്ടോളുണ്ടാവത്. സൂപ്പർ. ഞാൻ കാണിച്ചേ അവസാനം ലാസ്റ്റ് കണ്ണ് എഴുതിയത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ശരിക്കും കണ്ണ് നടക്കാദ്യം ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഇനി തുറന്നേ കുഴപ്പമില്ല അല്ലേ? ഇത് നല്ല സിനിമയാണ്. ഇങ്ങനെ ഇട്ടാവും. നോക്കുമായോ സ്ഥലല്ല. ബ്യൂട്ടിഫുൾ. നേരത്തെ ലിസ്റ്റ് ഭയങ്കര ഇടുന്ന അറിയാം. ലിസ്റ്റ് നല്ല ഇഷ്ടം പിക്ചർ അറിയാം. അപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴാണ് അപ്പൊ ഞാൻ ലിസ്റ്റിപ്പ് നല്ലോണം കട്ടിയിൽ വിടുക. അല്ലാണ്ട് ഞങ്ങൾ ഇടയിലല്ലേ വീഡിയോസ് എടുക്കുന്നോണ്ട് കുറച്ച് കട്ടിയില്. സ്കൂൾക്ക് പോകുമ്പോ ഞാന് ചെറിയ കുട്ടികളുടെ ഇങ്ങനെ കട്ടിയിട്ട് കാട്ടുക. അതും നല്ലതല്ല. വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. ഇങ്ങനെ എപ്പോഴും ഇട്ടെടുക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. കണ്ണു കൂടി എഴുതാവുന്നു. അത് സംശയം. അത് ഇട്ടില്ലേ? അത് ഇട്ട് കറക്റ്റ് ആക്കാനുണ്ടോ? ഈ കണ്ണ് പോയിട്ടില്ലേ? എന്ത് പോയിട്ടുണ്ട്? അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കിയാലോ. ഇനി എന്തിനത്? ഇനി മതി, അത് ഇട്ടല്ലോ. കണ്ണാടി നോക്കണ്ടേ? കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ വാലൊന്ന് മേലോട്ട് പോയോന്ന് വാല് കുറച്ച് മേലോട്ട് പോയോന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരു മോഡലായിരിക്കും. നോക്കട്ടെ, ഇനി ഇതാകട്ടെ. ഇത് ഒന്നും ഇങ്ങനെ കുഴപ്പമില്ല. താൽക്കാലികം പിടിച്ച് കേട്ടോ. ഇത് സഹിക്കാൻ മേല. എന്നാലും ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ മേക്കപ്പ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ.